ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒരു കോംബോ ഓഫറിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഒരുപാട് പേര് പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അടുത്ത ആഴ്ച നമ്മൾ പ്ലാൻസ് അയക്കുന്നതായിരിക്കും. നമ്മൾ പ്ലാൻസ് അയക്കുന്നത് DTDC വഴിയായിരിക്കും. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് പവിഴമല്ലിയാണ്. ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ് പവിഴമല്ലി. രാത്രിയിൽ വിടരുന്ന പൂക്കളാണ് പവിഴമല്ലിയുടെ പൂക്കൾ. അതുപോലെ തന്നെ പുലരുന്ന ആ ഒരു സമയത്ത് കൊഴിയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഏഞ്ചലോണിയ പ്ലാന്റ്സ് ആണ്. ഏഞ്ചലോണിയയുടെ 2 കളർ നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഏഞ്ചലോണിയയുടെ ഒരു കോംബോ ഓഫർ ഇട്ടിരുന്നു. 3 കളറായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ വൈറ്റ് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞു. പിങ്കും വയലറ്റും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് പിങ്കിൻ്റെ പ്ലാന്റ് വരിക. ഇത് വയലറ്റ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ്. അപ്പോൾ ഈ 2 പ്ലാന്റിന് 50 രൂപ വീതമാണ് റേറ്റ് വരിക. ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അടുത്ത പ്ലാന്റ് വരുന്നത് ഗാൽപീമിയ പ്ലാന്റ് ആണ്. നല്ല മഞ്ഞ പൂക്കൾ തരുന്ന നല്ലൊരു സുന്ദരി പ്ലാന്റ് ആണ് ഗാൽപീമിയ. നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ തന്നെ നിറയെ പൂക്കൾ തരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ്. അതുപോലെ തന്നെ കുറച്ച് വലുപ്പം വെച്ചാലും നിറയെ പൂക്കളുമായിട്ട് ഇതുപോലെ നിൽക്കുന്ന നല്ല ഭംഗി തരുന്ന ഒരു പ്ലാന്റ് ആണ് ഗാൽപീമിയ. അപ്പോൾ ഇതായിരിക്കും നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഹെമീലിയ പ്ലാന്റ് ആണ്. നല്ല ഓറഞ്ച് നിറത്തിൽ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. കുറച്ച് വലുപ്പം വെക്കുന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളവർക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. എല്ലാ സമയത്തും ഒരു കെയറും ഇല്ലാതെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് മിനിയേച്ചർ മുസാണ്ടയുടെ തൈകളാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാ മുസാണ്ട പോലെ അത്രയും വലുപ്പം ഒന്നും വെക്കാത്തത് കൊണ്ട് നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. സീസണലല്ല, അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ ഇതുപോലെ തന്നുകൊണ്ടിരിക്കും. ചെറിയ ചെടികളിൽ തന്നെ നിറയെ പൂക്കൾ തരും. അപ്പോൾ ഈ പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് വയലറ്റ് മുല്ലയുടെ തൈകളാണ്. ഇതും ഒരു സീസണൽ പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സമയത്തും ഒരു കെയറും ഇല്ലാതെ തന്നെ പൂക്കൾ തരും. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ടെക്കോമയുടെ ഈ ഒരു ഡാർക്ക് ഓറഞ്ച് നിറത്തിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് യെല്ലോ ജാസ്മിൻ്റെ തൈകളാണ്. ഇതാണ് പ്ലാന്റ് വരിക. നമ്മുടെ പിച്ചിമുല്ലയുടെയൊക്കെ പോലെ തന്നെ ഇലകൾ വരുന്ന യെല്ലോ ജാസ്മിൻ ആണ് ഇത്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഫിലോഡെൻഡ്രോൺ ഓക്സികാർഡിയം ഗ്രീൻ ആണ്. ഒരു ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഹാർട്ട് ഷേപ്പിലൊക്കെ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് യുജീനിയയുടെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ്. യുജീനിയ പ്ലാന്റ്സ് ഒക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. നമുക്ക് ബോർഡറിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. കട്ട് ചെയ്ത് പുതിയ തളിർപ്പ് വരുമ്പോഴാണ് ഈ ഒരു കളറ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് കോഞ്ചിയ ഓർക്കിഡ് ഷവർ പിങ്ക് പെട്രിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മിൽക്കി ബാംബുവിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ കുത്തുകുത്തുകളൊക്കെ ആയിട്ട് അതുപോലെ ഒരു യെല്ലോ കളറാണ് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ആലപ്പുഴ മുല്ലയുടെ തൈകളാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് വള്ളി കയറി നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. അപ്പോൾ ഇതാണ് അടുത്ത സെയിലിനുള്ള പ്ലാന്റ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടകളായിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ മുല്ലയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്ത പ്ലാന്റ് വരുന്നത് പെഡിലാന്തസിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിന് ഗ്രീൻ കളറായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ലീഫിൽ കാണുക. അപ്പോൾ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് പീസ് ലില്ലിയുടെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതുപോലെ ലീഫിലൊക്കെ ഒരു വൈറ്റ് കളറോടെ ചേർന്നാണ് വരിക. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് മോൺസ്ട്ര വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. സിൽവർ സ്ട്രൈക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ലീഫിലൊക്കെ ഇതുപോലെ ഒരു സിൽവർ കളർ ലൈൻസ് ഇതുപോലെ ഉണ്ടാവും. ഒരുപാട് സൺലൈറ്റ് കിട്ടാത്ത ഏരിയയിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടേണ്ടത്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതും മോൺസ്ട്ര പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് സെയിലിനുള്ളത് സയാഗ്ര പാമാണ്. നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പാം വെറൈറ്റിയാണിത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇതുപോലെ ഗ്രീനും അതുപോലെ യെല്ലോ കളറോടെ ലീഫിൽ വരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് സെയിലിനുള്ള ജെർബറ പ്ലാന്റ്സ് ആണ്. 5 കളറോളം നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. യെല്ലോ, ഓറഞ്ച്, അതുപോലെ തന്നെ റെഡ്, പിങ്ക്, വൈറ്റ്. ഈ ഒരു 5 കളറാണ് നമുക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ ജെർബറ പ്ലാന്റ്സ് സെയിലിന് കൊണ്ടുവന്ന ശേഷം കുറച്ച് ഓർഡറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം പൂക്കൾ അറിയാൻ കഴിയാതെ നമുക്ക് ഒരു 2-3 പേർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. മഴ കാരണം നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ജെർബറ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മൾ കോംബോ ഓഫറിൻ്റെ സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആവശ്യമുള്ളവർ അതുകൂടി ഒന്ന് കാണുക, പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. ഇനിയുള്ള ഓർഡേഴ്സ് നമ്മൾ വെനസ്ഡേ മുതലാണ് അയക്കുക. അയച്ച ശേഷം നമ്മൾ കൃത്യമായിട്ട് ട്രാക്കിംഗ് നമ്പർ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് ആണ് എന്നുള്ള ചിന്തയിൽ തന്നെ അത് എത്രയും പെട്ടെന്ന് കൈപ്പറ്റുക, ഇല്ലെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.